ഉണ്ട്. ഒത്തുതീർപ്പില്ലാത്ത ഒരു ആക്രമണ പ്രക്രിയ ജന്മിയുണ്ടാകും. മുതലാളി അങ്ങനെയല്ല. മുതലാളി ആക്രമണത്തിനൊന്നും നിൽക്കുകയല്ല. മുതലാളി തനിക്കെതിരെ വരുന്ന തൊഴിലാളിയെയോ കർഷകരെയോ വിദ്യാർത്ഥിയെയോ ഭിന്നിപ്പിച്ച് അവരുടെ ശക്തി ചോർത്തി നിലനിൽപ്പിനായിട്ടുള്ള രാഷ്ട്രീയം ആവിഷ്കരിക്കാനുള്ള ഒരു കെൽപ്പ് മുതലാളിക്കുണ്ട്. ഇത് ജന്മിയും മുതലാളിയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഇന്നത്തെ മുതലാളി വെറും മുതലാളിയല്ല, കോർപ്പറേറ്റ് മുതലാളിയാണ്. അതായത് മുതലാളിമാർ ഒന്നു ചേർന്ന് നിൽക്കുക. മുതലാളിമാർ ഒന്നു ചേർന്ന് നിൽക്കുന്ന ലോകത്ത് അവർ വേണമെങ്കിൽ തൊഴിലാളിയെ പിടിച്ച് ജന്മി ഒരിക്കലും ജന്മിയുടെ വീട്ടിൽ ചെന്നാൽ ജന്മിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ആർക്കും അവകാശം, അല്ലെങ്കിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. ജന്മി ഇത് സമ്മതിക്കല്ല. പക്ഷെ മുതലാളി വേണമെങ്കിൽ ഒരു തന്ത്രത്തിന്റെ പുറത്ത് ചെന്നാൽ അവന്റെ കസേരയിൽ തൊഴിലാളി നേതാവിനെ പിടിച്ചിരിക്കും. എന്നിട്ട് മുതലാളി നിൽക്കും. എന്നിട്ട് തൊഴിലാളി നേതാവിനെ വശത്താക്കി വീട്ടും. ഇതാണ് മുതലാളിത്തം. ആ മുതലാളിത്തം പണ്ട്. ഇപ്പോൾ മുതലാളിമാർ ചേർന്ന കോർപ്പറേറ്റ് മുതലാളിത്തം.